ഒരിക്കലല്ല. ഞാൻ എന്താ ചെയ്തത് ശരിക്കും ആക്ച്വലി തൊട്ട് പിടിക്ക്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്. ദാസേട്ടൻ രേണുവിന് ഉമ്മ കൊടുത്തു. ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു. പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രതികരിച്ചില്ല. നമ്മൾ അഭിനയിക്കാൻ ഒക്കെ കാര്യങ്ങൾ സെറ്റാക്കി ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാ, കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി. വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കും. ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തിക്കാൻ കത്തൂല. ഏതൊരു പെണ്ണിനെ ഹഗ് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പൊ രേണുസുതി കയറി വരുന്നു, ദാസേട്ടൻ നിൽക്കുന്നു, ലേഡി 2 കാലും ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് നിൽക്കുന്നു. തെറ്റല്ല, ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. ദാസേട്ടൻ ഒരു മോളും കൂടിയുണ്ട്. അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിനിമാ നടന്മാർക്ക് ഭാര്യമാരില്ലേ, ഉണ്ടോ ഇല്ലേ, അവർക്ക് മക്കളില്ലേ? എന്റെ ഭാഗങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട് ഇതായി മാറി എന്നുള്ള കേൾക്കണം. സത്യമായി ചെയ്യും. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നിട്ട് എന്നെ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത ചില ഭാഗങ്ങൾ ഭയങ്കര വൾഗറായിട്ട് സോഷ്യൽ മീഡിയ തോന്നുന്നുണ്ട്. കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടന്റെ പല ഫാൻസ് ആയിക്കോട്ടെ, കുടുംബ പ്രേക്ഷകരാണ്, കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണെന്ന് ദാസേട്ടൻ ചിന്തിച്ചു? ഞാനൊരു ആക്ടറാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമസ്കാരം, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല രീതിക്ക് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ ലെറ്റ്സ് വെൽക്കം ദാസേട്ടൻ കോഴിക്കോട്. നമസ്കാരം. നമസ്കാരം ചങ്കളെ. എന്താണ് ദാസേട്ടൻ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത്? ഇപ്പം കോഴിക്കോടിന്റെ തന്നെ ഒരു അഭിമാനമായിരുന്ന ദാസേട്ടൻ ഇപ്പം റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് എയറിലാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന ഷോർട്ട് മൂവീസില് ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര ഇന്റിമേറ്റ് സീന് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താണ് ദാസേട്ടൻ അതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ഇപ്പം നിങ്ങള് സോഷ്യൽ മീഡിയയിൽ എയറിലാണ് കത്തി നിൽക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്താ ചെയ്തത് ശരിക്കും ആക്ച്വലി? റീൽസ് ചെയ്തതാണോ ദാസേട്ടൻ കോഴിക്കോട്? റീൽസ് ചെയ്തതാണോ? ഇപ്പം സംഭവം വേറൊന്നുമല്ല, നിങ്ങൾ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് പല ഇന്റിമേറ്റ് സീൻസും ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സീൻസ് കാണുന്നില്ല. മാത്രമല്ല, നമ്മൾ മെയിൻ ആയിട്ട് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന ആള് തൊട്ട് പിടിക്ക്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്, വൈറലാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല അങ്ങനത്തെ, അതായത് അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു സംഭവം ഇറങ്ങുമ്പോൾ ഇതിലൊന്നും പല സീൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരു ഇന്റിമേറ്റ് ഷൂട്ടോ കാര്യങ്ങളോ ചെയ്യുന്നോണ്ട്, ഒരു മൂവിക്ക് വേണ്ടി ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, നല്ല ആൽബംസ് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയക്ക് വേണ്ട. അതൊന്നും സോഷ്യൽ മീഡിയ കാണുന്നില്ല, കണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സാധാരണ റീൽസിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പം നല്ല വൈറലായ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റീൽസേ അല്ല, ഒരു ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചു, നായികയായിട്ട് അഭിനയിക്കാൻ മറ്റൊരാളെ വിളിച്ചു. അതിൽ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ ഒരു ഇൻറ്റിമേറ്റ് അങ്ങ് ഷൂട്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ സിനിമ കാണുന്ന സമയത്താണ് കാണുക. നായകനും നായികയും തമ്മിൽ അടുക്കുന്നു. ലിപ് ലോക്ക് വരെ സംഭവിക്കാണ് സിനിമകളിൽ. കണ്ടില്ലേ? എത്രയോ തീവണ്ടി എന്ന സിനിമയിലൊക്കെ ലിപ് ലോക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു. അവർ തമ്മിൽ അടുത്തല്ലോ, അടിപൊളി, കൈയടിക്കുന്നു അല്ലേ? ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറ, എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ? എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പം? നായകനും നായികയും ഡയറക്ടർ ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നായകനും നായികയും ഓൺ ദ സ്പോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുകയാണോ ചെയ്യുക സാറിന്? അല്ല, 2, 3, 4 ഷോട്ടുകൾ ഉണ്ടായിരിക്കാം. വ്യത്യാസം ഞാൻ പറയാം. അവിടെ ആരുണ്ടാവും? ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും, ഒരു 3, 4, 5 ആൾക്കാരുണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ആൽബത്തിന് ഷൂട്ട്, നായകൻ എടുത്തു പോകുന്നു, ഇവര് കിസ് കൊടുക്കുന്നു, കഴുത്തിൽ ലിപ് ലോക്ക് എന്നല്ലേ, കിസ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഇവിടെ ചുറ്റും ആരാളുള്ളത്? ആരാളുള്ളത്? പറ. ഡയറക്ടറും ആൾക്കാരും തന്നെയാണ്. ഡയറക്ടറും ആൾക്കാരൊന്നുമല്ല, ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട അസോസിയേറ്റ് 2, 3 ആൾക്കാരല്ല, ഓൺലൈൻ മീഡിയാസ് മൊത്തം ചുറ്റുമുണ്ട്. എന്തിനാ അവർ നിൽക്കുന്നത്? എന്തിനാ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ ഞാൻ വിളിച്ചു വരുത്തി വന്ന ആൾക്കാരല്ല. ഞാനൊരു സിനിമയിൽ ഒരു 4-5 സിനിമകളിൽ അഭിനയിച്ച് എന്റെ സിനിമ തിയേറ്ററിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലാന്നൊക്കെ പല ആൾക്കാരും പറയും. തിയേറ്ററിൽ ഇറങ്ങി അപൂർവത്രമാരും തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടർ എന്ന നിലയ്ക്ക് എനിക്കറിയാം എന്ത്
നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ആൾക്കാർ എവിടെ കാണണം? തിയേറ്ററിൽ കാണണം, ബിഗ് സ്ക്രീനിൽ കാണണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണണം, അല്ലേ? അതാണ് അതിന്റെ ഒരു മാന്യത. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ അറിയാതെ അവിടെ വന്നു കഴിയുന്ന സമയത്താണ് പല ഓൺലൈൻ മീഡിയാസ് ഞാൻ കാണുന്നത്. അപ്പൊ അവിടുത്തെ മൊത്തം ഒരു അന്തരീക്ഷം, മൊത്തം ക്രൂസ് എന്ന് പറയുന്നത് എന്താ? ഇവരെ വിളിച്ചു വരുത്തിയവർ വന്നതാണ്, ആണോ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പ്രതികരിച്ചില്ല? നമ്മൾ അഭിനയിക്കാൻ ഒക്കെ കാര്യങ്ങൾ സെറ്റാക്കി ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകില്ല, ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആളല്ല. നമ്മളെ വിശ്വസിച്ച് നമ്മൾ വന്ന് നമുക്ക് വേണ്ടി ഇച്ചിരി ചെലവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോവാന്ന് പറയാൻ മാത്രം അത്ര ഒരു മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന നിലപാട് എനിക്കില്ല. എനിക്കവിടെ പറയാം എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. പക്ഷെ അവിടെ ചെയ്തത്, ഞാൻ ചെയ്ത അവിടെ തലേദിവസം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ആ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പിറകുന്ന് വിവരിച്ചത്. ഇങ്ങനെ ചെയ്യുക ദാസേട്ടൻ, എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ടതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വെറുതെ പറയാം. അങ്ങനെ ഒരു പരാമർശം അതിലില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടെ അടുക്കു ദാസേട്ട, കഴുത്തിൽ ഉമ്മ വെക്കൂ ദാസേട്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്, ദാസേട്ടൻ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗെയിൻസ്റ്റ് നിൽക്കുന്ന, ആരാ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ആരാ? രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി, അല്ലേ? അവരായതുകൊണ്ട് സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് അപ്പൊ ദാസേട്ടൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി നായകനായി, കള്ള് ചെത്തുകാരനായി അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അങ്ങനെ അഭിനയിക്കും, അല്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ്, ഞാൻ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഇല്ലാന്ന് പറയില്ല, അവര് രേണുസുതി എന്ന് പറഞ്ഞ ഘടകമായതുകൊണ്ട് അവർ ദാസേട്ടൻ കൊടുക്കുന്ന വേറെ വ്യക്തിനോട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തിക്കാൻ കത്തൂല, ഉറപ്പായിട്ടും കത്തൂല. കത്തിയത് എന്തുകൊണ്ടാ? രേണുസുതി ആയതുകൊണ്ടാണ്. രേണുസുതി ആയതുകൊണ്ട് 2 ഓൺലൈൻ മീഡിയാസ് വന്ന് പകർത്തി കഴിഞ്ഞാൽ സാധനം കത്തും. കാരണം എന്താ? അവളായതുകൊണ്ട് മാത്രമാണ്. അവിടെ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്. എന്തിനാ നിങ്ങൾ അനാവശ്യമായിട്ട് ദാസേട്ടൻ കൊടുക്കുക? അങ്ങനെ എന്ത് ചെയ്തു ഞാൻ അവിടെ? എന്താ ചെയ്തത്? ഇത് പോട്ടെ, ഇതൊക്കെ പോട്ടെ. ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഷാപ്പിന്റെ ഷൂട്ട് കാര്യങ്ങൾ മാറ്റി വെച്ചോ. വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായത്, ദാസേട്ടൻ ഏതൊരു പെണ്ണിനെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പൊ രേണുസുതി കയറി വരുന്ന ഒരു സംഭവം ഞാനല്ല, ഈ ആൽബത്തിലാണ് ഞാനല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സീനും കാര്യങ്ങളൊക്കെ കാണുന്നു. അതിൽ ദാസേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ദാസേട്ടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പൊസിഷനിൽ, ഇത്രയും സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും വേണ്ട, ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. സോ അവരും സൊസൈറ്റി പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, ദാസേട്ടൻ ഒരു മോളും കൂടിയുണ്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് ദാസേട്ടൻ ഞാൻ ആൽബത്തിൽ അഭിനയിച്ചു, കൃത്യമായിട്ട് അവിടെ അഭിനയിച്ചതാണത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നോക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ പാർട്ട് രാവിലെ അഭിനയിച്ചു, ആ പാർട്ടാണ് ഓൺലൈൻ മീഡിയാസ് എടുത്ത് പുറത്തിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട് നോക്കി എൻ്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആൽബത്തിന്റെ ക്ലൈമാക്സ് രംഗത്താണ് അവിടെ നടന്നത്. ആ അടങ്ങിയ ക്ലൈമാക്സ് രംഗത്തിൽ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് എടുത്ത് പുറത്ത് വിട്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്ന് വെച്ച് നാളെ മറ്റന്നാള് ഞാൻ അഭിനയിക്കാൻ പോകുമ്പം 100% നോക്കിയിട്ടേ പോകും. അതൊരു പാഠമാണ് എനിക്കത് പാഠമാണ്. ദാസേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ചെയ്തതെല്ലാം തെറ്റാണ്, ഇനിയിപ്പോ എന്ത് തന്നെയാണെങ്കിലും ഇത് ഞാൻ ആവർത്തിക്കില്ല. തെറ്റല്ല, ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇത്രയും സംഗതികൾ ഓൺലൈൻ മീഡിയാസ് പുറത്തിടുമ്പോൾ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ, ഡയറക്ടർ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പൊ താങ്കൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ അവരെ അടുപ്പിക്കൂ. ഒരു സിനിമ നടക്കുമ്പോൾ ഏതെങ്കിലും ആള് മൊബൈലിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നാൽ അവരെ ഡയറക്ടർ ഒരിക്കലും വിടില്ല. അതേ പോളിസി പിന്തുടരണം, അങ്ങനെ ചെയ്യണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നു. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ വിളിച്ചു വരുത്തിയതാണ്. അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതിയാണ്. രേണുസുതി അവിടെ പോയി കഴിഞ്ഞാലും വിളിക്കാതെ തന്നെ ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തും. സ്വാഭാവികമാണത്. അപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നു, അപ്പുറം രേണുസുതി നിൽക്കുന്നു. അത് വൈറലാക്കാൻ ഓൺലൈൻ മീഡിയാസ് അവിടെ വരുന്നു. ഇതവിടെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ദാസേട്ടൻ കോഴിക്കുന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഗതികൾ, ആൽബത്തിനോ ഷോർട്ട് ഫിലിമോ സിനിമ എടുക്കുന്ന സംഗതി ഒന്നും അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. തിയേറ്ററിലാണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണുക, യൂട്യൂബ് കാണുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ഇത് എന്റെ ഭാഗത്ത് ഞാൻ അഭിനയിച്ച കാര്യങ്ങൾ കൃത്യമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഈ രീതിയിൽ വിവാദമായി നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഒരു നെഗറ്റിവിറ്റി ഉള്ള രീതിയിൽ എന്നെ കാണുമ്പോൾ ഞാൻ അതിന് തീർത്തും ദുഃഖിതനല്ല എന്ന് പറയുന്നത്, ദുഃഖിതനാണ്. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ അവിടെ കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്തത്.
എന്ന് വെച്ചാൽ ഒരു വർഷത്തറ മോശത്തിരുന്നു. എന്റെ ഷൂട്ട് കഴിഞ്ഞു, കട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഭാഗത്ത് വന്നിരുന്നു അല്ലേ. വേറെ ഏതെങ്കിലും അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷൂട്ട് ചെയ്യുന്ന പോർഷൻസ് ഓൺലൈൻ മീഡിയാസ് പുറത്തു വിട്ടതല്ലാതെ ദാസരംഗോട് ഷൂട്ട് ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും മോശത്തരം ചെയ്താൽ നിങ്ങളെ കണ്ടു, എന്തെങ്കിലും ഒരു വിവരക്കേട് വൃത്തിയോടെ ചെയ്ത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഇല്ല, ഉണ്ടല്ലോ. ഞാൻ എന്റെ ഭാഗത്ത് കൃത്യമായിരിക്കുന്ന അടുത്ത ആക്ഷൻ വരുന്ന ഒന്ന് അഭിനയിക്കും, തിരിച്ചു പോരുന്നു. അഭിനയിക്കുന്ന ഇന്റിമേറ്റ് സീനുകളാണ് നമ്മൾ പുറത്ത് വന്നത്, സോഷ്യൽ മീഡിയ പുറത്ത് വന്നത്. അഭിനയിക്കാത്ത ഇന്റിമേറ്റ് സീനുകളല്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ വിട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടുവരുന്ന മൊത്തം ദാസേട്ടൻ ചെയ്യുന്ന മൊത്തം ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ആണ്. രേണുസുതി മാത്രമല്ല, വേറെ നമുക്ക് അറിയാത്തയും കുറെ ലേഡി ആർട്ടിസ്റ്റുകളായിട്ട് വന്നിട്ട്, ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ലേഡീസ് പുതിയ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാസേട്ടൻ പൊതുവെ ചെയ്യാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. പിന്നെ അതായത് ദാസേട്ടൻ നിൽക്കുന്നു, ലേഡി 2 കാലും ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പം ദാസേട്ടൻ, ഞാൻ ഇപ്പോഴും ചോദിക്കാണ്, ദാസേട്ടന്റെ വൈഫ് ആയിക്കോട്ടെ, മോൾ ആയിക്കോട്ടെ, ഇതെല്ലാം കാണുകയാണ്. സോ അപ്പൊ ദാസേട്ടൻ ഇവിടെ ന്യായീകരിക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ബിലായത്ത് പുത്രന്റെ അത് പൃഥ്വിരാജ് ചെയ്തൊരു സീനാണ് നായികൻ എടുത്തുകൊണ്ടിരുന്നത്. അത് പൃഥ്വിരാജ് ചെയ്തപ്പോ തിയേറ്ററിൽ പോയി കൈയടിക്കൂലേ? ഞാൻ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യും? കൈയടിക്കോ? പൃഥ്വിരാജ് അതുപോലെ ലാലേട്ടൻ തന്മാത്ര ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയം കണ്ട് കൈയടിക്കൂലേ നിങ്ങൾ? റീൽസിന്റെ അകത്ത് ഞാൻ അതേ സീൻ റീക്രിയേഷൻ ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിനിമാ നടന്മാർക്ക് ഭാര്യമാരില്ലേ? ഉണ്ടോ? ഇല്ലേ? അവർക്ക് മക്കളില്ലേ? അല്ലേ? സിനിമകളിൽ അവർ ചെയ്ത സാധനം റീൽസിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? ദാസേട്ടൻ കോഴിക്കോട് ആയതുകൊണ്ടാണോ അങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെ പറയും, ദാസേട്ടൻ കോഴിക്കോട് ആയതുകൊണ്ടാണോ? അല്ല, ഒരിക്കലും. എന്തുകൊണ്ട്? ദാസേട്ടൻ കോഴിക്കോട് നല്ലത് ചെയ്ത് നല്ലതെന്ന് തന്നെ പറയാറുണ്ട്. ദാസേട്ടൻ കോഴിക്കോടിനെ പണ്ട് കളിയാക്കിയവരാണെങ്കിലും കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം കൈ അടിച്ചിട്ടുണ്ട്. ആ മാലിക്കിലെ സീനൊക്കെ റിക്രിയേറ്റ് ചെയ്തത് ഞാനടക്കം കൈ അടിച്ചതാക്കിയിട്ടുണ്ട്. പക്ഷെ ചില സീനുകൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതൊരു റിക്രിയേഷൻ സംഭവമായി തോന്നാതെ നമുക്ക് ചില സമയം വൾഗാരിറ്റി തോന്നാറുണ്ട്. തോന്നലിന്റെ കുഴപ്പം മാത്രമാണ്. എനിക്ക് തോന്നലിന്റെ കുഴപ്പം മാത്രമാണ്. അത് റീക്രിയേഷൻ ചെയ്തവിടെ നിർബന്ധപൂർവ്വം റീക്രിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്താണ്. റീക്രിയേഷൻ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഇപ്പം എയറിലാണ് ഇപ്പൊ ഈ പ്രശ്നം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പ്രശ്നം ഒന്നും ആയിക്കൊണ്ടിരിക്കുന്നില്ല. ഞാൻ ആൽബത്തിൽ അഭിനയിക്കുകയാണ്. അതിന്റെ പിറകിൽ ഡയറക്ടർ പറയുന്ന നിർദ്ദേശം നിങ്ങൾ എല്ലാവരും ആ ഇതിലൂടെ കേട്ടതാ അല്ലേ? ആ ഓൺലൈൻ മീഡിയാസ് പുറത്തിട്ട ക്ലിപ്പിംഗ്സിന്റെ അടിയിലൊക്കെ കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും നല്ല ഇതും വെച്ചിട്ടുണ്ട്. ഓക്കെയാണോ? അത് ഓക്കെയാണോ? അത് പറ. അത് ഓക്കെയാണോ? കള്ളും കുപ്പിയും കള്ളിപ്പെണ്ണും സൈഡിൽ അവർ അതിന്റെ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഡയറക്ടർ സൗണ്ടും അതിൽ പിറകെ. അത് രണ്ടും ഓക്കെയാണോ? അത് കേട്ടാൽ തന്നെ അറിയാം ഇതൊരു സിനിമയുടെ ഷൂട്ട് അല്ല ആൽബത്തിന്റെ ഷൂട്ടാന്ന് മനസ്സിലാക്കാലോ. ആണോ അല്ലേ? ഞാനൊരു ഓൺലൈൻ മീഡിയാസിന്റെ 10 ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പലതുണ്ട്, അവരുടെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന്റെ 3-4 ആൾക്കാരെ വിളിച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് ഏതൊരു പെണ്ണിനെ വിളിച്ചിട്ട് ദാസേട്ടൻ കോഴിക്കോട് ചെയ്തെങ്കിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയും, ആളെ പേരൊന്നും പറയില്ല. ഓൺലൈൻ മീഡിയാസിന് 5 ആളെ വിളിക്കും. എന്നിട്ട് ഏതെങ്കിലും നായികനെ വിളിച്ച് ചുറ്റി കളിക്കുക, എടുത്ത് പൊന്തിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓൺലൈൻ മീഡിയാസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ പൊസിഷനിൽ ഇരിക്കുന്ന കാര്യം സമ്മതിച്ചു. അതിന് യാതൊരു മാറ്റമില്ല. ഞാൻ ഈ ആൽബം ഷോർട്ട് ഫിലിമും കൃത്യമായി ചെയ്യും. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നിട്ട് തന്നെ ചെയ്യുന്നത്. എന്റെ അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിവാദമായത്. യാതൊരു സംശയമില്ല. ഓക്കെ, ഇതിനെതിരെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ പറയുന്നത് ഒരു പ്രശ്നമല്ലെന്ന്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ദാസേട്ടൻ അത്രയ്ക്കും പച്ചയ്ക്ക് പറഞ്ഞിട്ട് വരെ വീഡിയോ ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു നിൽക്കുന്ന സമയത്ത് അത് വിവാദം അല്ലെന്ന് ദാസേട്ടൻ പറയുമ്പോൾ എനിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കിയതുകൊണ്ടാണ് ദാസേട്ടൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നെഗറ്റീവ് വിവാദങ്ങൾ കൂടി വന്നിട്ട് എന്നെ ഇപ്പം വലിയ എന്താ പറയാ വലിയ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്താൽ ഏഷ്യാനെറ്റ് ഞാൻ പോകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കാര്യങ്ങളെ ബോധിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് ഈ ഇന്റർവ്യൂവിനെ കാണുന്നത്. അല്ലാതെ ഈ വിവാദങ്ങളിൽ കോരിത്തെരിച്ചുകൊണ്ട് പ്രഗത്ഭനാന്ന് വലിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്റർവ്യൂ. എന്റെ ഭാഗങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട് ഇതായി മാറി എന്നുള്ള കേൾക്കണം. ഒന്ന്, ഓൺലൈൻ മീഡിയാസ് അവിടെ വന്നത്, ബന്ധപ്പെട്ട ക്രൂസ് വിളിച്ചു വരുത്തി അവർ വന്നത് കൊണ്ടാണ് ഈ സംഗതി പുറത്തു വന്നത്. രണ്ടാമത് എന്റെ അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതി എന്ന വൈറലായിട്ടുള്ള ആളാണ്. ഈ 2 കാരണം കൊണ്ടും വിവാദങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഈ രേണുസുതി എന്ന വ്യക്തിനെ കൊണ്ടുവന്ന ആള് ഞാനാണ്. ചാന്ത് കുടഞ്ഞ ഞങ്ങളുടെ റീൽസ് കൂടെയാണ്, അടിപൊളി വെറൈറ്റി ടൈപ്പ് റീൽസ് കൂടെ രേണുസുദിനെ. അത് രേണുസുതി ഇപ്പോഴും ബിഗ് ബോസ് വരെ കയറാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ദാസേട്ടൻ്റെ ആ റീൽസ് കൂടി അത് ഇപ്പോഴും രേണുസുതി പറയുന്നുണ്ട്. എവിടെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയില്ല. അങ്ങനെ ലേഡി, ബിഗ് ബോസിന് ഇറങ്ങിയ ലേഡി, സോഷ്യൽ മീഡിയ വൈറലായ ലേഡി, സെലിബ്രേറ്റ് ആയ ലേഡീൻ്റെ കൂടെ എന്നെ ആൽബം ചെയ്യാൻ ഡയറക്ടർ വിളിക്കുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമോ?
ഒരിക്കലും പറയില്ല. എന്താ വെച്ചാൽ രേണുസുതി ഞങ്ങൾ നല്ല ബന്ധമാണ്, നമ്മൾ നല്ല രേണുസുതിന്റെ കൂടെ അഭിനയിച്ചത് മിസ്റ്റേക്ക് ആണെന്ന കാര്യങ്ങളാണെന്ന് ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ ചെയ്ത ചില ഭാഗങ്ങൾ ഭയങ്കര വൾഗറായിട്ട് സോഷ്യൽ മീഡിയ തോന്നുന്നുണ്ട്. കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടന്റെ പല ഫാൻസ് ആയിക്കോട്ടെ, കുടുംബ പ്രേക്ഷകരാണ്, കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണെന്ന് ദാസേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഭിനയം ആണ് കാഴ്ചവെച്ചത്. ആ അഭിനയം ഇത്ര രീതിയിൽ ആളുകളുടെ അടുത്ത് പുറത്ത് വിട്ട് വിവാദമാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ച് നാളെ മറ്റന്ന ആൽബത്തിൽ അഭിനയിക്കാൻ പോയാൽ, ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയാൽ ഞാനത് കൈകാര്യം ചെയ്യും. ഞാൻ ചോദിക്കും, 100% നമ്മൾ എല്ലാ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കും, ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും ഒരു ക്രൂസിന്റെ ഇടയിൽ അങ്ങനെ ഇന്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. പല ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ, അവർ മീഡിയാസ് ആണോ ഒന്നും നമുക്കറിയില്ല. പ്രൊമോഷന് വേണ്ടി, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി അറിയില്ലേ, പ്രൊമോഷന് വേണ്ടി ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയാസ് വെറുതെ വന്നൊന്നല്ല കേട്ടോ, വിളിച്ചിട്ട് അവർ വന്നത്. രേണുസുധീന്റെ ഒരു ആൽബം ആണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ അതിനെ ബന്ധപ്പെട്ട ഡയറക്ടർ, അവർ കോൺടാക്ടിങ് ഡയറക്ടറോട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ വന്നത്. അവര് നമ്മുടെ സമൂഹത്തിലെ എസെൻഷ്യലായ ഘടകം തന്നെ ഓൺലൈൻ മീഡിയാസ് ഇല്ലാതല്ല. പക്ഷേ അത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക്, ആൽബത്തിനോ ഷോർട്ട് ഫിലിമിനോ പോവുകയാണെങ്കിൽ 100% കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യും. ഇങ്ങനെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായി ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വരുന്ന സമയത്തുള്ള ഒരു വിഷയം. അത് അഭിനയം മോശം ഞാൻ പറയുന്നില്ലേ. എന്നോട് ഡയറക്ടർ അടി ഉണ്ടാക്കാൻ അടി ഉണ്ടാക്കും, അഭിനയിക്കാൻ അഭിനയിക്കും. ഏത് റോളും ചെയ്യാൻ ഒരു ആക്ടർ റെഡി ആയിരിക്കണം. പക്ഷെ ഇതൊരു വിവാദമായി ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതൊരു വിഷമമായിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടല്ല കാരണം ചെയ്യുള്ളൂ, ഞാൻ വാക്ക് തരുന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് കറങ്ങി ഞാൻ ചെയ്ത മഹത്തമായ കാര്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചെയ്തത് അടിപൊളിയാണ്. പക്ഷെ ഇത് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ക്രൂസ് മൊത്തം ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻക്ലൂഡിങ് ഡയറക്ടർ. അവർ വിളിച്ചിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പൊ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ദാസേട്ടന്? എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസ് ഒക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ അതിൽ പ്രധാന ഒരു വൈഫ് പറയുന്നത്, രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന നമ്മളെ നരേഷൻ, കമന്റുകളല്ല, അതിനെന്താ പറയാ, നരേഷൻ എന്നല്ല പറയാ, ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നരേഷൻ ഇല്ലേ, ദാസേട്ടൻ രേണുവിന് ഉമ്മ കൊടുത്തു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു. അത് വളരെ 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 സെൻസിറ്റീവായ കാര്യമാണ്. ഞാൻ എല്ലാ ഓൺലൈൻ മീഡിയാസിനും ദയവ് ചെയ്ത് പറയാണ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആൽബത്തിന്റെ ഷൂട്ടിനിടയ്ക്ക് ദാസേട്ടനും രേണുസുധിയും എന്താ കുഴപ്പം? ദാസേട്ടൻ രേണുവിന്റെ കൈ പിടിച്ചു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു, അങ്ങനത്തെ ചില വാക്കുകൾ അതാർക്കും, ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം, പക്ഷെ അത് വളരെ വളരെ സെൻസിറ്റീവായ ഒരു കാര്യങ്ങളാണ്. അത് ഇടുമ്പോൾ അതൊക്കെ പല ആൾക്കാർക്കും, എനിക്ക് പ്രശ്നമില്ല, പല ആൾക്കാർക്കും ഭാവിയിൽ ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. ദാസേട്ടൻ രേണും കൂടെ ആൽബത്തിന്റെ ഷൂട്ടിനിടയിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള വാക്കുകളില്ലേ, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ദാസേട്ടൻ സമ്മതിച്ച് തന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇങ്ങനെ നമ്മൾ എടുക്കേണ്ട സീൻസ് ഈ ഒരു രീതി വൈറലായി പോയത് അതിന് ഉണ്ടാവരുത്, അതിന് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞത് അതെ വളരെ നല്ല കാര്യമാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും പിന്നെ പ്രേക്ഷകരോട് എല്ലാം ഓപ്പൺ ആയി പറഞ്ഞതിനും ചങ്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആക്ടറാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. റീൽസ് ഇപ്പം വളരെ കുറവാണ് ചെയ്യുന്നത്, കണ്ടന്റ് റീൽസുകൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ ആൽബത്തിലും അതുപോലെ വെബ് സീരീസിലും എന്നെ കുറേ വിളിക്കാറുണ്ട്. പല സീനുകൾ, ഇപ്പം നമ്മൾ ഈ ലവ് സീന് മാത്രമൊന്നുമല്ല ചങ്കളെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫൈറ്റ് സീനുകൾ, മാസമൊക്കെ തന്നെ വിളിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നമ്മളെ ഒരു ക്രൂസ് എന്ന് പറയുന്ന ഡയറക്ടർ, ആക്ടർ എന്നുള്ള എല്ലാവരും ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ പെടാറില്ല. നമ്മൾ അഭിനയിക്കുന്ന ഭാഗം നമ്മൾ കേൾക്കും, സ്ക്രിപ്റ്റ് കേൾക്കും, നമ്മൾ പിന്നെ ആ സമയത്ത് അവിടെ വരും, അഭിനയിക്കും, പോകും. അപ്പം ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ നല്ല കാര്യം തന്നെ അവിടെ ചെയ്തത്, പക്ഷെ അത് പുറത്ത് വിട്ടതുള്ള രീതികൾ എനിക്ക് ചെറിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഇനി ഏതൊരു ഷൂട്ടും കാര്യങ്ങളും എവിടെ നടക്കുകയാണെങ്കിലും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ചെയ്യൂ. ഇത് എന്നെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല, പക്ഷെ എന്നെ നിങ്ങൾക്കറിയാം അല്ലേ? തീർച്ചയായും നല്ല അടിപൊളി സംഗതികളായി ഞാൻ പിന്നെ വരും. ഓക്കെ, സന്തോഷം. ഓക്കെ, നന്ദി ദാസേ.